സ്വാഗതം. സായന ടാരോ കാർഡ് വീട്ടിലേക്ക് ഹർദ്ദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ലൈറ്റ് സീർ ടാരോ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ക്ലാരിറ്റി കിട്ടുമെന്നാണ് നോക്കുന്നത്. ഇതിന് നമ്മൾ ക്ലാരിറ്റി ടാരോ സ്പ്രെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് സിറ്റുവേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ടാരോ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ എന്താണ് താങ്കളുടെ ഫീലിങ്സ്, വാട്ട് ഈസ് യുവർ കറൻറ്റ് ഫീലിംഗ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഏത് വീക്ഷണകോണിൽ നിന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളതും. നാലാമത്തേത് എങ്ങനെ നമുക്ക് ഈ സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷനെ കുറിച്ചാണ് ടാരോ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചപ്പോൾ നമുക്ക് ഡെവിൾ എന്ന് പറയുന്ന ഒരു കാർഡാണ് നല്ലത്. ഡെവിൾ എന്ന് പറയുന്ന ഒരു മേജർ ആർക്കാന കാർഡാണ്. മേജർ ആർക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആത്മീയ പാഠമാണ്. ഈ കാർഡ് വരുമ്പോൾ നമ്മുടെ ഈ കാർഡിൽ ഒരു വ്യക്തിനെ കണ്ടറിയാൻ പറ്റും. ഈ വ്യക്തിയുടെ കയ്യിലെ കളിപ്പാട്ടം പോലെയാണ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മറ്റു പലരുടെയും കളിപ്പാട്ടമായി നമ്മൾ മാറിയെന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മൾ ഉള്ള ചുറ്റുപാടിൽ നമുക്ക് ബന്ധങ്ങൾ പൊട്ടിച്ചെറിയാൻ പറ്റാത്ത ചില ബന്ധങ്ങളായിരിക്കും. ആസക്തി, ചിലപ്പോൾ മദ്യപാനം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അതായത് എന്തായാലും ഒരു പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയി എന്ന് തോന്നുമ്പോഴാണ് ഈ കാർഡ് പുറത്തേക്ക് വരാറുള്ളത്, ഡെവിൾ എന്ന് പറയുന്നൊരു കാർഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മുടെ ഫീലിംഗ്, എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നതെന്നാണ് നമ്മുടെ ഇത് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകാരികമായിട്ട് വളരെ കൺട്രോൾഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണത്. അതായത് പ്രക്ഷുബ്ധമായ കടലിൻ്റെ നടുക്കിരിക്കുമ്പോഴും ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം നോക്കിയിരിക്കുന്നു. അതായത് നമ്മുടെ ചുറ്റുപാടിനെ പറ്റി നമ്മൾ അവെയറാണെങ്കിലും നമുക്കതിൽ വൈകാരികമായിട്ട് നല്ലൊരു സന്തുലിതാവസ്ഥ താങ്കൾ കാണിക്കുന്നുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ പുറമേ ഉള്ളവർക്ക് നോക്കുമ്പോൾ താങ്കൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു ഈ സിറ്റുവേഷൻ എന്നാണ് ഇതാക്കുന്നത് അവർ. ഇനി നമുക്ക് അടുത്ത കാർഡ് എന്ന് പറഞ്ഞത് ഇത് നമുക്ക് എന്താണ് നമ്മളിതിനെ ഏത് കാഴ്ച നോക്കിക്കാണണം എന്നുള്ളത് ചോദിച്ചപ്പോൾ നമുക്ക് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്ന മറ്റൊരു മേജർ ആർക്കാന കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒന്നിൻ്റെ അവസാനവും അടുത്തിൻ്റെ തുടക്കവും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഇതിൽ ഡെത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ സെൻസിലുള്ള മരണമല്ല. ഉദാഹരണത്തിന് വേനൽക്കാലത്തിൻ്റെ മരണമാണ് മഴക്കാലത്തിൻ്റെ ജനനം, മഴക്കാലത്തിൻ്റെ മരണമാണ് വസന്തകാലത്തിൻ്റെ ജനനം, വസന്തകാലത്തിൻ്റെ മരണമാണ് നമുക്ക് തണുപ്പ് കാലം, ശരത്കാലം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും ഒരു പുതിയൊരു ഇതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എങ്ങനെ ഈ സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് സൺ എന്ന് പറയുന്ന കാർഡാണ്. സൺ എന്ന് പറയുന്നത് പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്, പോസിറ്റിവിറ്റിയുടെ കാർഡാണ്. അപ്പോൾ എന്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിന് ഒരു രാത്രി തീരുമ്പോൾ ഒരു പകൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും സ്ഥായിയല്ലെന്നും നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുന്നതാണ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.